നമസ്കാരം. നമ്മൾ കാരയിൽ വീശക്കാർക്ക് നല്ലോണം കാര ചെമ്മീൻ കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് കേട്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാനായിട്ട് പോകണം. അപ്പം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം ആൾക്കാരുണ്ട്. പിന്നെ കരക്കേ തന്നെ ഉണ്ട് ഈ സാധനം കിട്ടണത്. ജസ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ വന്നപ്പോൾ തന്നെ ആ ചേട്ടൻ നമ്മളെ വല വെച്ച് കയറുന്ന കാണുന്നത് പോയ മീൻസ് നമ്മൾ ഈ സ്പോഞ്ചിൻ്റെ മറ്റേ ചങ്ങാടം കൊടുത്ത സംഭവമില്ല, അതാ മുകളിൽ കൂടെ കിളിയൊക്കെ പറന്നു കൊണ്ടൊരു വേണ്ടിയിട്ട്. അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർക്ക് ചെമ്മീൻ കിട്ടുന്നുണ്ട്. ഒരു വീശിൽ തന്നെ 2-3 ചെമ്മീനൊക്കെ ഉണ്ട് കയറുന്നുണ്ട്. അത് മറ്റേ ടൈഗർ എത്തിപ്പെട്ട സാധനമാണ്, മറ്റേ വലിയ ചെമ്മീൻ. സാധാ ചെറിയ ചെമ്മീനല്ല, വലിയ ചെമ്മീൻ. ഇത് കടലിൽ ഒഴുകി കിടക്കുന്ന തടികളല്ല കേട്ടോ അടിഞ്ഞ് കയറിയത്. ഈ സംഭവം നമ്മൾ ഈ വള്ളങ്ങൾ തള്ളി കയറ്റാനായിട്ട് ഇത് നമുക്കൂടെയാണ് കയറ്റണത്. സിമ്പിളായിട്ട് ഇതിൻ്റെ മുകളിൽ ഗ്രീസ് ഒഴിച്ചിട്ട് നമുക്കൂടെ വലിച്ച് കയറ്റും. എൻ്റെ വീഡിയോ ഉണ്ട്, ഇതിൻ്റെ അത് കാണിച്ചു തരാം. അങ്ങനെ ഈ സൈഡിലായിട്ടാണ് എല്ലാവരും വീശിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഈ തിരയെ തന്നെ ഇട്ടാണ് വീശണത്. അധികം ഇറങ്ങിയിട്ടല്ല എല്ലാവരും വീശണത്. ഈ കരക്കേ തന്നെ ഒരേ വീശയിൽ 2-3 വലിയ ചെമ്മീനൊക്കെ കയറുന്നുണ്ട്. രാവിലെ തൊട്ട് ഇറങ്ങിയേക്കണതാണ്. നമ്മൾ ഇറങ്ങിയപ്പോൾ നേരം വൈകി പോയി. ഓരോ വീശലിൽ 1-2 കയറണമെങ്കിലും അത്യാവശ്യം ചെമ്മീൻ ഒരു രാവിലെ തൊട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാ ഡെപ്പയിൽ നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെമ്മീനാണ് കിട്ടിയേക്കണത്. സംഭവം ടൈഗർ എന്ന് പറയുന്ന. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും ഒരേ ടിന്നും ഒരേ സഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോരുത്തർക്ക് പിടിച്ചിടാനായിട്ട്. അപ്പോൾ അത് പൊക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടിപ്പോവും. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ വലയിട്ടിട്ടുണ്ട്. വലയുടെ ഇപ്പുറത്തിട്ടിട്ട് ആ ഒരു വീശണത്. എന്നിട്ടും അത്യാവശ്യം ചെമ്മീങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് കുറച്ച് ടീമുകൾ ഇറങ്ങിയ കാരണം അത്യാവശ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ അവർ തിരിഞ്ഞ് ഇപ്പോൾ കൊണ്ടുപോകാൻ പോകണം. അപ്പുറത്തേക്കാണ് കൊണ്ടുപോകണം. അപ്പോൾ ലേലം വിളിക്ക് അപ്പുറമാണ്, തട്ടുംകടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത്. അപ്പോൾ ചെമ്മീനും പിന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞണ്ടും അതിൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ട്. 1-2 മാന്തൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും അതിൻ്റെ ജീവൻ പോയിട്ടില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെമ്മീനുണ്ട്. വലിയ ടൈഗറിനകത്തേപ്പെട്ട ചെമ്മീനാണ്. കുഴപ്പമില്ല. ഇതിപ്പോൾ ഇനി അവർ നേരെ തട്ടുംകടവിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ ലേലമ്പിളിയും ഇവർക്ക് പൈസ കിട്ടുന്നത്. പിന്നെയെന്ന് വെച്ചാൽ അത്യാവശ്യം കറിക്കുള്ള മീനുകളും അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇത് ജസ്റ്റ് കയറ്റിക്കൊണ്ട് പോകണം മാത്രമല്ല, കച്ചവടക്കാർക്ക് മാത്രമല്ല, നമുക്ക് സാധാരണക്കാർക്കും കറിക്കുള്ള മീനൊക്കെ തട്ടുംകടവിൽ നിന്ന് ലേലം വിളിച്ചെടുക്കാൻ പറ്റും. കിട്ടണ ചെമ്മീൻ എന്തായാലും ഗുണ്ട് ചെമ്മീനാട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചെമ്മീനാണ്. ചെറിയ ചെമ്മീനൊന്നും കിട്ടണില്ല. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ചെമ്മീൻ തന്നെയാണ് കിട്ടുന്നത്, കാർച്ചെമ്മീൻ. പിന്നെ ആർക്കും അടുപ്പൊന്നും തോന്നില്ല, കാരണം എല്ലാ വിസിലും ഒരു 2 ചെമ്മീനൊക്കെ കിട്ടുന്നുണ്ട്. അതും ഗുണ്ട് സാധനങ്ങളാണ് കിട്ടുന്നത്. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവർക്കും അത്യാവശ്യം കുഴപ്പമില്ല. അങ്ങനത്തെ ക്യാനിലൊരു പകുതിയോളമൊക്കെ കിട്ടിയിട്ടുണ്ട് ചെമ്മീൻ. അതും വലിയ ചെമ്മീൻ, നല്ല വിലയുള്ള ചെമ്മീനാണ്. അത് കൂടുതലും എക്സ്പോർട്ട് ചെയ്താൽ പോകണത്. പിന്നെയെന്ന് വെച്ചാൽ കൂടുതലും ആൾക്കാർ മറ്റേ തട്ടുമൊക്കെ വിളിച്ചെടുക്കണത്. അതുകൂടാണ്ട് തന്നെ നമുക്ക് കറിക്കും കിട്ടും അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ സാധനം ഉണ്ടാവും. പിന്നെയെന്ന് വെച്ചാൽ വലിയ ചെമ്മീനല്ലേ. പിന്നെ അത് മാത്രമല്ല, ചെറിയ മാന്തലും സാധനങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. പീസലിൽ എന്തായാലും മിസ്സാവണില്ല. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ചെമ്മീനുണ്ടാവും, പിന്നെ മാന്തലുണ്ടാവും, ഞണ്ടുണ്ടാവും. ഇത് 3 ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം അത് കാരണം അവർ ഹാപ്പിയാണ്. കാരണം എന്ന് വെച്ചാൽ ഒറ്റ പീസിലും പാഴായി പോകണില്ലല്ലോ. പിന്നെയെന്ന് വെച്ചാൽ ഇത് ചെറിയ മാന്തലാണ്. വലിയ മാന്തൽ കിട്ടിയ ടീമുകളൊക്കെ ഉണ്ടായി. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ എത്തിയപ്പോഴത്തേനും അവർ തട്ടുംകടവിലേക്ക് കൊണ്ടുപോയി.
പിന്നെ എല്ലാ സഞ്ചിയിലും അത്യാവശ്യം വലിയത് ചെമ്മീൻ തന്നെ ഉണ്ട് കേട്ടോ. മറ്റേ ടൈഗർ ഒരെണ്ണത്തിനും ജീവനില്ലാത്തതായിട്ടില്ല, എല്ലാത്തിനും ജീവനുണ്ട്. കാരണം അപ്പം തന്നെ പിടിച്ചിട്ടല്ലേ ഉള്ളൂ, എല്ലാവരിലും ഉണ്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ട് പിടിക്കാണ്ട ജീവനുള്ള മാന്തലിനെ കൈ കൊണ്ട് അറിയില്ല, പിടയ്ക്കട പിടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ആൾ പിടയ്ക്കുന്നില്ല. ജീവനുണ്ട് എന്തായാലും, വാലായിക്കണം ജസ്റ്റ് അങ്ങനെ ഉണ്ട്. ഇത് നമ്മളെ വീഡിയോയിൽ ഫസ്റ്റ് പുള്ളിക്കാരൻ ബോയിൽ വല വെച്ച് കയറുന്നുണ്ടായില്ലേ, പുള്ളിക്കാരൻ കയറ്റിയതാട്ടോ വല. ഇപ്പോഴാണ് കഴിഞ്ഞത്. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ പുള്ളിക്കാരൻ ഇട്ടുണ്ടായി. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇത് അത്യാവശ്യം തന്നെ ചെമ്മീനും മാന്തളും ഞണ്ടൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നിർത്തിയിട്ട് വേണമെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ ബോയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ അത് പേർത്തെടുക്കാനായിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വെള്ളം വന്ന് കയറിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് അവിടെ ആളില്ലാത്ത കാരണം നമ്മളെ കൊണ്ട് തള്ളാനായിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായി. അപ്പോൾ ആദ്യം കാണിച്ച മറ്റേ ഒഴുകി കിടക്കണത് അടിയില്ലേ, അതാ ഫ്രണ്ടിലിടുന്നത്. അതുമ്പോൾ കൂടെ നമ്മൾ ഈ വലിച്ച് കയറ്റണത് സ്മൂത്തായിട്ട് കയറും. പിന്നെ ആ വഞ്ചിരടിയിൽ ആ സംഭവം പല കിട്ടിയേക്കണ നേരം കൊണ്ട് അത്യാവശ്യം നല്ല റിസ്ക്കില്ലാണ്ട് തന്നെ കയറി പോരുന്നുണ്ട്. വലിയ പലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കുഴപ്പമില്ല. അത് പാർക്ക് ചെയ്ത് നമ്മൾ ഇട്ട് പോന്നിട്ടുണ്ട്. നമ്മളെ വഞ്ചി വെച്ച് കയറ്റിയ ടൈം കൊണ്ട് മറ്റേ പോയക്കാരൻ്റെ വലയിൽ നിന്ന് മീനെടുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ മാന്തളും മെയിനായിട്ട് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ സംഭവമാണ് കിട്ടുന്നത്. ടൈഗർ അത്യാവശ്യം നല്ല വലിയ വലിപ്പുള്ള ചെമ്മീനായിട്ടാണ് കിടക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ വല പേർ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. തുടങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെമ്മീൻ ആർക്കും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പുറം നിന്നിട്ടാണ് നമ്മളെ വീശക്കാർക്ക് വീശിയിട്ട് കിട്ടുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം എന്തോരം ചെമ്മീനപ്പം കരക്കലുണ്ടാവും എന്നറിയോ. പിന്നെ അതിൻ്റെ ഇടയിൽ വീശക്കാർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ചെമ്മീൻ. നല്ല വലിപ്പുള്ള ചെമ്മീൻ തന്നെയാണ് കിട്ടുന്നവർക്കും. ഇപ്പോൾ ഈ വല ഇട്ടേക്കണ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇവർക്ക് അധികം കിട്ടാത്തത്. അല്ലെങ്കിൽ വീശലിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു 10 എണ്ണമൊക്കെ കിട്ടിയേനു. എന്നാലും എന്തോരം ചെമ്മീൻ ഉണ്ടാവും എന്നറിയാം കരക്കയിൽ തന്നെ. അത്യാവശ്യം മാന്തലും കിട്ടുന്നുണ്ട് ഇവർക്ക്. മാന്തലാണ് പെടക്കലേക്ക്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത മൂടുട്ടി കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ വഞ്ചി കയറ്റിയിട്ടൊന്നുമല്ല, ഇത് കുറച്ചും കൂടെ ഹെവിയാണ്. അത്യാവശ്യം മേലാത്ത ആൾക്കാരെല്ലാവരും കൊണ്ട് എൻ്റെ സഹായം വേണ്ടിയൊന്നുമില്ല. എന്തായാലും നമ്മൾ എന്തെങ്കിലും കൈ വെക്കും. എന്തായാലും പറഞ്ഞു വിട്ട് തന്നെ പുള്ളിക്കാരൻ വിളിച്ച് മോനെ ഒന്ന് കൈ വെച്ചെന്ന് പറഞ്ഞു. കേൾക്കേണ്ട താമസമുള്ളൂ. നമ്മൾ പോയി സെറ്റ് ചെയ്ത് കൊടുത്ത് പോകുന്നു. ജസ്റ്റ് ഒന്ന് ഞങ്ങൾ തെറ്റി നിൽക്കാനുണ്ടാവുള്ളൂ. അങ്ങനെ ഓരോരുത്തരും പയ്യനെ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ തട്ടുംകടയിൽ നേരം വൈകിക്കാൻ ചിലപ്പോൾ ആളുണ്ടാവില്ലേ എടുക്കാനുള്ള. അങ്ങനെ പയ്യനെ പുള്ളിക്കാരൻ കഴുകി സെറ്റാക്കി പയ്യനെ തെറിക്കാനുള്ള പരിപാടികളാണ്. ഞാൻ പുള്ളിക്കാരനോട് ജസ്റ്റ് ചോദിച്ചപ്പോൾ കൊടുക്കണ്ട ചേട്ടാ, കൊടുക്കണ്ട എടുത്തോണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ തരാൻ താല്പര്യമില്ല. പുള്ളിക്കാരൻ മറ്റേ തട്ടുംകടയിൽ കൊണ്ടുപോയിട്ട് അവിടെ ലേലം വിളിക്കാൻ കൊടുത്തുകൊണ്ട് വിൽക്കാനായിട്ടാണ്. അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു, കുഴപ്പമില്ല. അപ്പോൾ ആൾ മറ്റേ കഴുകി വൃത്തിയാക്കിയിട്ട് പുള്ളി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് പോകണം. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായപ്പോൾ ഏകദേശം അവിടെ നേരം പോയി കഴിഞ്ഞാൽ തട്ടുംകടവിൽ എടുക്കാനുള്ള ആൾക്കാർ കുറവായിരിക്കും. അതുകൊണ്ട് ഓരോരുത്തരും അങ്ങോട്ട് പിടിച്ച മീനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കണ്ട വലക്കാരാണ്, അവരിപ്പോഴും കഴിഞ്ഞിട്ടില്ല, എപ്പോഴും മീൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നീളമുള്ള വലയാണ്. ഇപ്പോൾ ഇവരെ വലയിൽ കൂടുതലും കയറിയേക്കണ ചെമ്മീൻ തന്നെ കേട്ടോ. മറ്റേ ഞണ്ടും കാര്യമായിട്ടില്ല, മാന്തളും കാര്യമായിട്ടില്ല. ചെമ്മീൻ തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉള്ളത്.
ഇവരും ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. എല്ലാ മീനും അവിടെ ഇട്ട് ലേലം വിളിക്കുന്ന കാര്യങ്ങളൊക്കെ. അങ്ങനെ വല വീശാൻ്റെ ഇടയിൽ അതിൻ്റെ ചെറിയ കൂന്തലിൻ്റെ കുഞ്ഞുണ്ടായി. ഞാനപ്പോൾ ജസ്റ്റ് എടുത്ത് പയ്യനെ കറിലേക്ക് തന്നെ വിട്ട്. അപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നമുക്ക് ചെളിയൊക്കെ തെറിപ്പിച്ച് തന്നിട്ടാണ്. എന്നാലും പോട്ടെന്ന് വെച്ച് പോയി വലുതായിട്ട് വിട്ടേ നമുക്ക് തന്നെ പിടിക്കാമല്ലോ. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ കടലിലേക്ക് നോക്കിയപ്പോൾ കുറച്ച് പേര് മുങ്ങിത്തപ്പി എന്തോ പിടിക്കുന്നുണ്ട്. സംഭവം വേറെ ഒന്നല്ല, ഞണ്ടിനെ തപ്പി പിടിക്കുന്നതാണ്. അത് നമ്മൾ ആ ചെറിയ ഗ്ലൗസ് വെച്ചിട്ടേ, നമ്മളെ തുണിയുടെ ഗ്ലൗസ് വെച്ചിട്ട് തപ്പി പിടിക്കുന്നതിനാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞണ്ട് ഇപ്പോൾ ചെറുതായിട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് ടീമുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഞണ്ടിനെ പിടിക്കാനായിട്ട്. പിന്നെ ആ ചാക്കും പിടിച്ചിട്ട് പുള്ളിക്കാരൻ നിൽക്കണല്ലേ, ഈ കിട്ടണ ഞണ്ടിനെ ആ ചാക്കിൽ കാട്ട അവർ പറഞ്ഞത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഞണ്ടുണ്ട് ആ ചാക്കിൽ. അതുകൂടാണ്ട് തന്നെ ഒരു കരക്കിൽ കയറ്റിയിട്ടുണ്ട്, ഒരു ബോക്സിൽ നിറച്ച് വെച്ചേക്കുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അവർക്ക് ഞണ്ട് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സീസൺ ആവണുള്ളൂ. സീസൺ ആയിക്കഴിഞ്ഞാൽ ഫുള്ള് ആൾക്കാർ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി പിടിക്കാനുണ്ടാവും. ഈ ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ വലിയ ഇറക്കൊന്നും അത്ര കാര്യമാവില്ല ഞണ്ടിൻ്റെ. പിന്നെയെന്ന് വെച്ചാൽ പുഴ ഞണ്ടിൻ്റെ അത്രയും ഭയങ്കര ബലവാനൊന്നും ആയിക്കൂല കടൽ ഞണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ പുഴ ഞണ്ടിനെ പിടിക്കാനായിട്ട് ഇതിനേലും റിസ്ക് ആയിരിക്കാം, ഗ്ലൗസ് ഒന്നും പോരാണ്ട് വരും. അപ്പോൾ അത്യാവശ്യം അവർക്ക് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഈ ഞണ്ട് കൂടുതൽ ഈ കല്ലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവണത്. പിന്നെ ഇവർ കാലുകൊണ്ട് ചവിട്ടി പിടിച്ചിട്ട് പിന്നെ മുങ്ങിയിട്ട് ആ ഗ്ലൗസ് ഇട്ട കൈ കൊണ്ട് എന്നിട്ട് ഈ സാധനത്തിന് പിടിച്ച് കയറ്റണത്. അത്യാവശ്യം മിറുക്കൊക്കെ കിട്ടാണ്ടിരിക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും മിറുക്ക് കിട്ടും, എന്നാലും കാര്യമാവില്ല. കാരണം വെച്ചാൽ ഗ്ലൗസ് ഇട്ട് പിടിക്കുമ്പോൾ വലിയ ബലത്തിലൊന്നും ഇറക്കാനായിട്ട് ഈ സാധനത്തിന് പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളാ വീശക്കാർ അതിൻ്റെ ഇടയിൽ കൂടെ വീശണം കിട്ടാം. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഞണ്ടും കയറും, ചെമ്മീനും കിട്ടും. ചെമ്മീൻ എന്തായാലും ഇങ്ങനെ തപ്പിയൊന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവരാ ബോക്സിൽ അപ്പോൾ അതെന്ത് പറഞ്ഞ ഞണ്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞണ്ടെണ്ണ കേട്ടോ അതിൻ്റെ അകത്ത്. തുറക്കാൻ പറ്റില്ലല്ലേ? ഞാനപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചരുമെന്ന് വെച്ച്. അപ്പോൾ തുറക്കാൻ പറ്റില്ലടാ, ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുമെന്ന് പറഞ്ഞു. ഇവരിങ്ങനെ പിടിച്ച് ഈ കരക്കി കൂടെ ആ അറ്റം വരെയും പോകും. അങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന ഒരു പയ്യനെ നീങ്ങുന്നതനുസരിച്ച് ഈ ബോക്സ് ചെയ്ത് പുള്ളിക്കാരൻ അവരെ പുറകെ തന്നെ പോവേണ്ട. ഈ കല്ലിൻ്റെ സൈഡിൽ കൂടെ നീങ്ങി പോകുന്നതനുസരിച്ച് ഞണ്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ഥലത്തിനെ സ്ഥിരമായിട്ട് അവർ പിടിക്കണില്ല, ഇങ്ങനെ നീങ്ങി പോയാൽ അത്യാവശ്യം കിട്ടുള്ളൂ. അത്യാവശ്യം കിട്ടണം കൊണ്ടാണ് അവർ നിർത്താണ്ട് ഇപ്പോൾ ഇങ്ങനെയാണ് പിടിച്ച് പോകുന്നത്. അപ്പോൾ അവർ പയ്യനെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയി തുടങ്ങി. അപ്പോൾ വീശന ടീംസ് ഇപ്പോഴും നിർത്തിയിട്ടില്ല, ഏകദേശം കഴിയാറായി. അപ്പോൾ ഞാനപ്പോൾ തട്ടും കടവിൽ ജസ്റ്റ് ഒന്ന് പോയിട്ടില്ലാന്ന് ചോദിച്ചു. അപ്പോൾ അവിടെയാണ് ലേലംവിളിയും കാര്യങ്ങളൊക്കെ നടക്കണം. അപ്പോൾ ഞാനപ്പോൾ തട്ടും കടവിൽ എത്തി. അങ്ങനെ അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട്, ലേലംവിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ മറ്റേ മിക്സ് ആയിട്ടുള്ള മീനുകളായിട്ട് ഈ വിളിക്കണം. ഇപ്പം ഇതിനകത്ത് ചെമ്മീനും ചെറിയ മീനുകൾ വേറെ ഉണ്ട്, മാന്തലൊക്കെ മിക്സ് ആയിട്ടാണ് കയറി വന്നിരിക്കുന്നത്. അപ്പം അത് ആ വിളിക്കണം ചേട്ടൻ. അപ്പം അങ്ങനെ 1900 ചേട്ടൻ വിളിച്ചെടുത്ത്. ആ നല്ല ജീവനുള്ള പെടക്കണ ചെമ്മീൻ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. 500 രൂപ 500 രൂപ 510 515 520 525 530 നിങ്ങൾ വിചാരിക്കാണ്ടാവും വെറും 530 രൂപ കാട്ട് അത് വിളിച്ചെടുത്തേന്ന്. അങ്ങനെയല്ല കേട്ടോ, 1 കിലോനാണ് 530 എന്ന് പറഞ്ഞത്. അതിപ്പോൾ അത്യാവശ്യം നല്ല കിലോ ഉണ്ടാവും എന്തായാലും വെയിറ്റ്. 14 രൂപ 15 രൂപ 16 രൂപ 17 രൂപ 17 രൂപ 17 രൂപ 17 രൂപ നൗഷാദ് പറവൂര്. അപ്പോൾ രാവിലെ പിടിച്ച മീനുകളൊക്കെ എല്ലാവരും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ, എല്ലാവരും വിൽക്കാനായിട്ട്. പക്ഷേ നല്ല തിരക്കാണ്, കാരണം ഈ തട്ടും കടവിലും അത്യാവശ്യം മീൻ കിട്ടുന്നതായിരുന്നേ. ഇവിടെ പല രീതിയിലാണ് മീൻ കിട്ടുന്നത്. എന്ന് വെച്ചാൽ മിക്സ് ആയിട്ടാണ് കിട്ടുന്നത്. മറ്റേ ചെറിയ മീനുകളും കിട്ടുന്നുണ്ട്, മാന്തൽ ഇതൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്യൂ ആയിട്ട് നിൽക്കുകയാണ് വിളിക്കാനായിട്ട്. പറഞ്ഞോ, എന്ത് പറഞ്ഞേ?
ദേ 20 രൂപയാണ്. 1 20 എടുക്ക്. 20 രൂപ. 1 21 22 23 24 24 25 26 27 28 29 30 രൂപ. 31 32 33 34 35 36 37 37 38 38 39 39 40 രൂപ. 40 രൂപ. 41 41 41 42 42 42. അപ്പം അങ്ങനെ 4200 രൂപ കേട്ടോ ആ ചെമ്മീനും ആ മാന്തലും രണ്ടും കൂടെ വിളിച്ചെടുത്ത് ആ പുള്ളിക്കാരൻ. എന്ത് പറയണ 600 തൂക്കണോട്ട് 600 പറയാൻ നാരങ്ങാര് ഞാൻ പറഞ്ഞോ 15 രൂപ 16 രൂപ 17 രൂപ 18 രൂപ 19 രൂപ 19 രൂപ 20 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 രൂപ 21 22 23 23 24 24 25 25 25. അപ്പം അങ്ങനെ 25 രൂപയ്ക്ക് ആ പുള്ളിക്കാരൻ വിളിച്ചെടുത്ത് 25 എന്ന് പറഞ്ഞാൽ 2500 രൂപ കിട്ടാം ചെമ്മീൻ. അത്യാവശ്യം ജീവനുള്ള പെട്ടയ്ക്കണം വലിയ ഞാരൻ ചെമ്മീനാട്ടത്. അപ്പോൾ ഇവിടെയും അത്യാവശ്യം ചെമ്മീനും മാന്തളും ഞണ്ടൊക്കെ കിട്ടണ്ട കേട്ടോ തട്ടും കടയിലും. ഇതിപ്പോൾ ഇവർ തിരഞ്ഞെടുക്കണുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊണ്ട് ലേലം വിളിക്കാനായിട്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെമ്മീൻ കിട്ടിയുണ്ട് ഇവിടെ. എണ്ണായിരം രൂപ 8100 8200 8300 8400 8500 8600 8700 8900 8900 8900 8900 9 രൂപ വന്നാ എവിടെ തിരിഞ്ഞാലും ഇവിടെ നിറച്ചും ചെമ്മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ചെറിയ ചെമ്മീനും പിന്നെ മിക്സായിട്ട് മീനുകളുണ്ട്. അത് ജസ്റ്റ് കറിക്കുള്ള മീനുകൾ കറിക്ക് വാങ്ങണമെന്ന് വാങ്ങിക്കൊണ്ട് പോട്ടെ, കുഴപ്പമൊന്നുമില്ല. പയ്യനിവിടെ കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യനടുത്ത് അപ്പം അങ്ങനെ ഒന്ന് ഇറങ്ങാൻ നിന്നപ്പോൾ അവിടെ കുറച്ച് ആൾക്കൂട്ടം കണ്ടു. അപ്പോൾ എന്താണെന്ന് മീൻ നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നോക്കിയപ്പോൾ മറ്റേ പല്ലിക്കോരയാണ്. പല്ലിക്കോരയും പിന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായി വേറെ. പിന്നെ അധികം നേരം നിന്നില്ല. പിന്നെ അപ്പം നമ്മൾ പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടും. ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.